മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ എന്തൊക്കെ കൺസെപ്റ്റ്സ് ആണ് ആദ്യം നോക്കേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, എലാസിറ്റി. എലാസിറ്റി, പെർഫെക്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ് പ്ലാസ്റ്റിക്, എന്താണ് എലാസിറ്റി, എന്താണ് പ്ലാസ്റ്റിറ്റി എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് അതിൽ നോക്കേണ്ടത്. ആൻഡ് സെക്കൻഡ് വൺ, ഹൂക്സ് ലോ. ഹൂക്സ് ലോ, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അല്ല പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നോക്കണം. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷെയർ മോഡുലസ്, അല്ല യങ്സ് മോഡുലസിൽ ന്യൂമറിക്കൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ആ ഗ്രാഫിൽ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യാൻ പഠിക്കണം. എവിടെയാണ് എലാസ്റ്റിക് പ്രൊപ്പോർഷൻ ലിമിറ്റ് എവിടെയാണ് വരിക, എലാസ്റ്റിക് ലിമിറ്റ് എവിടെയാണ് വരിക, പ്ലാസ്റ്റിക് റീജിയൻ ഏതാണ്, എലാസ്റ്റിക് റീജിയൻ ഏതാണ്, ഫ്രാക്ചർ പോയിന്റ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ എന്നാണ് കുറിച്ച് നോക്കണം. അതായത് മാലിയബിൾ മെറ്റീരിയൽ, ഡക്റ്റൈൽ മെറ്റീരിയൽസിനൊക്കെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചും വ്യക്തമായി അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻ ഓഫ് എലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ്, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഐ ഷേപ്പ്, ബ്രിഡ്ജസിൻ്റെയും പില്ലേഴ്സിൻ്റെ ഷേപ്പിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുമാണ്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ്സ് ആണ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫും ആപ്ലിക്കേഷൻ ഓഫ് എലാസ്റ്റിക് ബിഹേവിയർ ആണ് ഈ ചാപ്റ്ററിൽ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. അതിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ ആ ഫിഗർ ഡീറ്റെയിൽ ആയി പഠിക്കണം. ഹൂക്സ് ലോയിൽ നമുക്ക് നോർമലി എക്സ്പെക്ട് ചെയ്യാൻ ന്യൂമറിക്കൽ ലെവൽ ക്വസ്റ്റൻസ് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതിൽ വരുന്ന യങ്സ് മോഡുലസ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. എലാസിറ്റിയിൽ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ എലാസിറ്റിയിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം വരാൻ ചാൻസ് ഉള്ളത്. എലാസിറ്റി ഈസ് എൻ ഇന്റേണൽ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ. ഒരു മാറ്ററിന്റെ ഇന്റേണൽ പ്രോപ്പർട്ടിയാണ് എലാസിറ്റി എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് പോസസ് വോളിയം എലാസിറ്റി വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്, എയർ ഓർ വാട്ടർ. നല്ലൊരു ക്വസ്റ്റൻ ആണ്. നമ്മൾ പൊതുവെ എക്സ്പെക്ട് ചെയ്യുക സ്റ്റീൽ ഓർ റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക് എന്നാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയർ ഓർ വാട്ടർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. കാരണം ഫ്ലൂയിഡ്സിനുള്ളത് വോളിയം എലാസിറ്റിയാണ് ഉള്ളത്. അപ്പോൾ എയറിനോ വാട്ടറിന് ഏതിനാണ് കൂടുതൽ ഇലാസിറ്റി ഉള്ളത്? ഓക്കെ, അടുത്തത്. അപ്പം അതിൻ്റെ ആൻസറിലേക്ക് പോവാം. For the same stress change in volume produced or strain in water is small compared to the air, so water is more elastic. അത് ഇത്രയേ ഉള്ളൂ, നോക്കിയാൽ മതി. നമ്മൾ ഡിഫോർമേഷൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് കുറച്ച് ഡിഫോം ആവുന്നത് അവർക്കാണ് എലാസിറ്റി കൂടുതൽ. അപ്പോൾ എയറും വാട്ടറാണ്. എയറിനും വാട്ടർ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ടർ എയറിനേക്കാളും കുറച്ച് റിജിഡിറ്റി ഉള്ളതുകൊണ്ട് ആ വാട്ടറിന് ഡിഫോർമേഷൻ കുറവായിരിക്കും. അപ്പോൾ വാട്ടറാണ് എയറിനേക്കാളും മോർ എലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിനേക്കാളും സോളിഡ് ആണെങ്കിൽ അതിനേക്കാളും എലാസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു പെർട്ടിക്കുലർ ഡിഫോർമേഷന് ആരാണ് കൂടുതൽ ഡിഫോംഡ് ആവുന്നത് അവർക്ക് ഇലാസിറ്റി കുറവാണ് എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ ഈ ക്വസ്റ്റിന് നമ്മൾ കുറേയേറെ ഒരു റിലേറ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആവില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒന്നുകൂടി പോവാം. സ്റ്റീൽ ആൻഡ് റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. ഒരുപാട് തവണ ക്ലാസ്സിൽ കേട്ടൊരു ക്വസ്റ്റൻ ആണ് സ്റ്റീൽ ആൻഡ് റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ ഇത് തത്തമ്മേ പൂച്ച പോലെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്. ക്ലിയർ? പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് അറിയണം. കാരണം ഒരു പർട്ടിക്കുലർ ഡിഫോർമേഷൻ ഒരു ഫോഴ്സ് നമ്മൾ സ്റ്റീലിനും റബ്ബറിനും കൊടുത്തു. റബ്ബറിനും സ്റ്റീലിനും കൊടുത്തുവെങ്കിൽ സ്റ്റീൽ കുറച്ച് മാത്രമേ എന്താവുള്ളൂ, ഡിഫോം ആവുള്ളൂ, ചേഞ്ച് വരുള്ളൂ. പക്ഷെ റബ്ബറിന് കൂടുതൽ ചേഞ്ച് വരും. അപ്പോൾ ആരാണോ ഡിഫോർമേഷൻ ഫോഴ്സിന് കൂടുതൽ ചെറുക്കുന്നത്, ഒപ്പോസ് ചെയ്യുന്നത്, അവർക്കാണ് എലാസിറ്റി കൂടുതൽ. അതാണ് ആക്ച്വൽ കൺസെപ്റ്റ്. അപ്പോൾ സ്റ്റീൽ ഓർ റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്? സ്റ്റീൽ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ നോക്കിക്കേ. സ്റ്റീൽ ആൻഡ് ഡയമണ്ട് വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്? സ്റ്റീൽ ആൻഡ് ഡയമണ്ട് വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്, സ്റ്റീൽ ഈസ് മോർ. അപ്പോൾ ഇവിടെ സ്റ്റീൽ ആണോ? അല്ല. ഹിയർ വി ഹാവ് ഡയമണ്ട് ഈസ് മോർ ഇലാസ്റ്റിക്. കാരണം അറിയാം സ്റ്റീലിനെക്കാളും ഡിഫോർമേഷൻ ചെറുക്കുന്നത് ഡയമണ്ട് ആണ്. അപ്പോൾ ഡയമണ്ട് ആണ് മോർ ഇലാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ നോക്കൂ. സ്റ്റീൽ ആൻഡ് കോപ്പർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്? സ്റ്റീലും കോപ്പറും. അപ്പോൾ ആരാ കുറച്ചുകൂടി ഡിഫോർമേഷൻ ഫോഴ്സിനെ നമുക്ക് ചെറുക്കുക? സ്റ്റീൽ തന്നെയാണ് ചെറുക്കുക. സോ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺസ് വരുമ്പോൾ ശരിക്കും നോക്കണം. ഇത് മനസ്സിലായെങ്കിൽ അടുത്ത ക്വസ്റ്റൻ നിങ്ങൾ തനി ആൻസർ ചെയ്യാൻ ശ്രദ്ധിച്ചു നോക്കൂ. ഗ്ലാസ് ആൻഡ് റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്? ഗ്ലാസും റബ്ബറും ഏതാണ് മോർ ഇലാസ്റ്റിക്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെർട്ടിക്കുലർ ഡിഫോർമേഷൻ കൊടുത്തു. അപ്പോൾ റബ്ബറാണോ കൂടുതലായിട്ട് ഡിഫോം ആവുക, ഗ്ലാസ് ആണോ ഡിഫോം ആവുക? നമുക്കറിയാം റബ്ബറാണ് കൂടുതൽ ഡിഫോം ആവുക. സോ ഗ്ലാസ് ഈസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ ഇതുപോലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി വേണം എപ്പോഴും ചെയ്യാൻ. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ സ്റ്റീൽ ആൻഡ് റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക് എന്നൊരു ടീച്ചർ ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹണ്ടിങ് നടത്തിയിട്ട് ആ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മുഴുവൻ പഠിക്കണം. അങ്ങനെയാണ് അപ്പോൾ എക്സാമിന് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ സ്റ്റീൽ ആൻഡ് റബ്ബർ ഇസ് മോർ ഇലാസ്റ്റിക് പഠിച്ചു, സ്റ്റീൽ ആൻഡ് കോപ്പർ ചോദിച്ചാൽ ഔട്ട് ഓഫ് സിലബസ് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് എല്ലാ ചാപ്റ്ററിലും നിങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. The elasticity is also defined as the capacity or ability of a material of body to oppose any deformation. ഒരു മെറ്റീരിയൽ ഡിഫോർമേഷൻ ഫോഴ്സിനെ കൂടുതൽ ഒപ്പോസ് ചെയ്തുവെങ്കിൽ അതിൽ എലാസിറ്റി കൂടുതലാണെന്നർത്ഥം. അപ്പോൾ ഇതാണ് എലാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ബാക്കി നോക്കേണ്ടത് പെർഫെക്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ് പ്ലാസ്റ്റിക്, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യണം നോക്കി വെക്കണം. ഇനിയാവും നെക്സ്റ്റ് ഹൂക്സ് ലോ.
ഹൂക്സ് ലോ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വരാൻ നോക്കാം. when a mass is suspended on a metallic wire the length of wire increase slightly. നമുക്കറിയാം ഒരു മാസ് പിന്നെ ഒരു വയറിൽ ഹാങ് ചെയ്യുമ്പോൾ വയർ സ്ലൈറ്റ്ലി എന്ത് ചെയ്യും, അതിന്റെ ലെങ്ത് കൂടും, മാസ് കൂടുന്നതനുസരിച്ച് ലെങ്ത് ഇൻക്രീസ് ആവും. അത് ഹൂക്സ് ലോ പറയുന്നതാണ്, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. First one, name and state the law that related to the restoring force developed in the wire and its deformation. Okay. B, find out the load to be suspended at the end of a brass wire at length 18 meter to stretch it through 1 meter. The diameter of wire is 0.2 meter. Young's modulus is 90 gigapascal. പാസ്കൽ എന്ന് പറയുന്ന പ്രഷറിന്റെ യൂണിറ്റ് ആണ്, സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിന്റെ യൂണിറ്റും ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ജിഗ, ടെറ, മെഗാ, കിലോ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിൽ അതൊന്നും അതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, അത് ഫിസിക്സിലും പറഞ്ഞു തരേണ്ടത്. ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി കിലോ എത്രയാണ്, 10⁻³ ആണ്, മെഗാ 6 ആണ്, ജിഗ എന്ന് പറഞ്ഞാൽ 9 ആണെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ആദ്യം അറിഞ്ഞിരിക്കുക. സോ നമുക്ക് ആൻസറിലേക്ക് മൂവ് ചെയ്യാം. ലോ ഹൂക്സ് ലോ ആണ്. അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ, ഫോർ സ്മോൾ ഡിഫോർമേഷൻ that is within proportional limit, stress is proportional to strain. എപ്പോഴും ഒരു വയറിൽ ലോഡ് ആഡ് ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴും ഹൂക്സ് ലോ ഉണ്ടാവില്ല, ഇതുവരെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ. ആ പ്രൊപ്പോർഷണൽ ലിമിറ്റ് കഴിഞ്ഞാൽ ഹൂക്സ് ലോ എന്ത് ചെയ്യില്ല, ഒബേ ചെയ്യില്ല. അപ്പോൾ ആ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നമുക്ക് ചോദിക്കും എവിടേക്കാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുക, ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത റീജിയൻ. അപ്പോൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് അപ്പുറം എന്ത് ചെയ്യില്ല, ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല. അത് കഴിഞ്ഞാൽ എലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ പറയും അത് പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിനോട് കമ്പയർ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ഇനി ആ പ്രോബ്ലത്തിലേക്ക് പോവാം. ലോഡാണ് കാണേണ്ടത്. ലോഡ് മീൻസ് mg. ശ്രദ്ധിക്കണം, വെയിറ്റ് ആണ് ലോഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഇസ് ഫോഴ്സ് എന്ന് വേണം പറയാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലോഡ് ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ മാസ് ആകുമ്പോൾ ശ്രദ്ധിക്കണം m മാത്രമാണ്. W എന്ന് പറഞ്ഞാൽ mg ആണ്, അത് മാറിപ്പോരുത്. വെയിറ്റും മാസും, വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg, മാസ് മീൻസ് m മാത്രം കണ്ടാൽ മതി. അപ്പോൾ g മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ലോഡ് മീൻസ് ഫോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ ആണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന് പിന്നെ പകരമാണ് ലോഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡെൽറ്റ എൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെൽറ്റ എൽ 1 മീറ്റർ തന്നിരിക്കുന്നു. 1 മീറ്റർ അത്രയൊന്നും ശരിക്കും വരില്ല, പ്രാക്ടിക്കലി 1 മില്ലിമീറ്ററൊക്കെ വരുള്ളൂ. മില്ലിമീറ്റർ 10⁻³ എടുക്കാം, ഓർമ്മ വേണം. സെന്റിമീറ്റർ ആണെങ്കിൽ -2 എടുക്കാൻ ഓർമ്മ വേണം, തെറ്റിക്കരുത്. എല്ലാ SI യൂണിറ്റിലേക്ക് മാറ്റണം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് മാറി. ഫോർ എക്സാമ്പിൾ 1 മീറ്ററുള്ള ഒരു വയർ 1.1 ആയാൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0.1 ആണ്, അല്ലാണ്ട് 1.1 അല്ല. ചില പ്രോബ്ലം ചെയ്യുമ്പോൾ ചില ഇതിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്, മാറ്റം വന്ന ലെങ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യും ഓർക്കേണ്ടത്. അതേപോലെ യങ്സ് മോഡുലസ് തന്നിരിക്കുന്നത് ജിഗയാണ്, 10⁻⁹ ആണ്. അപ്പോൾ അതും ഇടാൻ ഓർമ്മ വേണം. അങ്ങനെ നമ്മൾ ലോഡ് കണ്ടു. ലോഡ് എന്ന് പറയുന്നത് 1.5 × 10⁸ ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറയുന്നത് ലോഡിന്റെ വെയിറ്റിന്റെ ഫോഴ്സിന്റെ യൂണിറ്റ് ആണത്. അപ്പോൾ യൂണിറ്റും ശ്രദ്ധിക്കണം. ലോഡ് എന്ന് പറയുന്നത് അവസാനം കിലോഗ്രാം എന്ന് എഴുതി വെച്ചാൽ ആൻസർ തെറ്റും. കിലോഗ്രാം 9.8 മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ അത് വെയിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റും ലോഡിന്റെ യൂണിറ്റും വെയിറ്റിന്റെ യൂണിറ്റൊക്കെ ന്യൂട്ടൺ ആണ്. ആ കാര്യം കൂടി ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം ശ്രദ്ധിക്കുക. യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കുക. കാരണം പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ അത് വളരെ ഉപകാരവും മാർക്ക് നീണ്ട പോകുന്നതും അതുപോലെ തന്നെ പ്രോബ്ലത്തിലും മാർക്ക് പോകുന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ എല്ലാത്തിനും യൂണിറ്റ് SI യൂണിറ്റ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയോ അടുത്ത കൺസെപ്റ്റ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ആണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. So draw the stress strain graph of a loading wire. Mark the following points. ചിലപ്പോൾ ഒരു പോയിന്റ്സ് തരും, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഗ്രാഫ് വരച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയും. എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതൊക്കെ പോയിന്റ്സ് നോക്കാം. എലാസ്റ്റിക് ലിമിറ്റ് ഫസ്റ്റ് പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ് സെക്കൻഡ് പോയിന്റ്, പ്ലാസ്റ്റിക് റീജിയൻ ആൻഡ് എലാസ്റ്റിക് റീജിയൻ. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചിട്ട് ഈ 4 റീജിയൻ മാർക്ക് ചെയ്യണം. ഓക്കെ, ആൻസർ നോക്കാം. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എക്സ് ആക്സിൽ സ്ട്രെയിൻ ആണ്, വൈ ആക്സിൽ സ്ട്രെസ് ആണ്. അത് അങ്ങോട്ട് മാറിപ്പോരുത്. പിന്നെ ഫസ്റ്റ് കുറച്ച് ലീനിയർ ആയി വരും, പിന്നെ കുറച്ച് ഹൈക്കാവും, പിന്നെ ഇത് പോവും. അപ്പോൾ അതിൽ എലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത് എലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് എലാസ്റ്റിക് റീജിയൻ. അത് കഴിഞ്ഞാലാണ് അത് പ്ലാസ്റ്റിക് റീജിയൻ വരുന്നത്. പിന്നെ ഫ്രാക്ചർ പോയിന്റ്, ഇതല്ലാതെ പ്രൊപ്പോർഷൻ ലിമിറ്റ് ഉണ്ട്, എവിടെയൊക്കെ ഹൂക്സ് ലോ ഒബേ ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കണം. പിന്നെന്താണ് അതുപോലെ തന്നെ ഒരു പ്രൊപ്പോർഷൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ അതാണ് ചെറിയ സ്ട്രെസ്സിന് തന്നെ വലിയ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. അതാണ് ഗ്രാഫ് അങ്ങനെ ഒരു ഗ്രാഫ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ്. ജസ്റ്റ് എക്സാം ഇടുമ്പോൾ ജസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും 4 പോയിന്റ്സാണ് മാർക്ക് ചെയ്യുക. എലാസ്റ്റിക് ലിമിറ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ എലാസ്റ്റിക് ലിമിറ്റ് വരണം, അതിൻ്റെ എലാസ്റ്റിക് റീജിയൻ കാണിക്കുക. എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പിന്നെ പ്ലാസ്റ്റിക് റീജിയൻ ആവും. ഏറ്റവും ലാസ്റ്റാണ് ഫ്രാക്ചർ പോയിന്റ്. കയർ പൊട്ടിപ്പോകാൻ വെയിറ്റ് താങ്ങാൻ കഴിയുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ്സും കഴിഞ്ഞ് പിന്നെയാണ് ഫ്രാക്ചർ പോയിന്റിലേക്ക് എന്ത് ചെയ്യുക. ഇതേപോലെ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ്, ഈൽഡ് സ്ട്രെസ് ഒക്കെ മാർക്ക് ചെയ്യാൻ ചോദിക്കും. അതുകൂടി മാർക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ 2 different type of rubbers are shown below. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്.
രണ്ട് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന് വ്യത്യസ്തമായ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ഇത് ലൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കാം. വിച്ച് ഓഫ് ദ ടു റബ്ബർ മെറ്റീരിയൽ വുഡ് യു ചൂസ് ഫോർ എ കാർ ടയർ? ഈ രണ്ട് റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ഇതിൽ ഏത് മെറ്റീരിയലാണ് കാറിൻ്റെ ടയറിന് ഉപയോഗിക്കുക? സെക്കൻഡ് വൺ, എ ഹെവി മെഷീൻ ഈസ് ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ എ ഫാക്ടറി. To absorb vibration of the machine, a block of rubber is placed between the machine and the floor. Which of the two rubbers would you prefer to use the purpose? ഒരു ഹെവി മെഷീൻ എന്ത് ചെയ്യണം? ഒരു ഫാക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നോർമലി മെഷീൻസോ അല്ലെങ്കിൽ വലിയ വലിയ നമ്മൾ ഒബ്ജക്ട്സ് വയ്ക്കുമ്പോൾ അടിയിൽ ബുഷൊക്കെ വയ്ക്കും അല്ലേ? അപ്പോൾ ആ വയ്ക്കുന്ന റബ്ബർ ഏത് മെറ്റീരിയൽ ആവണം? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? അപ്പോൾ ഇതിന് അറിയുന്ന കുറച്ച് കൺസെപ്റ്റ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ എ ആണ് കാറിന് ഉപയോഗിക്കേണ്ടത്. അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ബി ആണ് ഫാക്ടറിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്റെ ഹിസ്റ്റീരിയസ് ലൂപ്പ് കുറവാണ്, ഏരിയ കുറവാണ്, ഒരു കാര്യം മനസ്സിലായി. സെക്കൻഡ് വൺ ഏരിയ കൂടുതലാണ്. അപ്പോൾ ഏരിയ കൂടുതലാണ് ഫാക്ടറിയിൽ ഉപയോഗിച്ചത്, ടയറിന് ഉപയോഗിച്ച ഏരിയ കുറവാണ്. ആ ഒരു കൺസെപ്റ്റാണ് മാച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. അതായത് ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ റബ്ബേഴ്സ് ഷോൺ ദാറ്റ് ദേ ഡു നോട്ട് ഒബേ ഹൂക്സ് ലോ. നമുക്കറിയാം അത് ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല. ഹൂക്സ് ലോ ഒബേ ആണെങ്കിൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഇൻക്ലൈൻഡ് അവർ സ്ട്രെയിറ്റ് ലൈൻ അവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ ഹൂക്സ് ലോ ഒബേ ചെയ്യാത്തതാണ്. കാരണം ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യില്ല, ഹൂക്സ് ലോ ഒബേ ഇല്ല. And stress strain graph different for increasing stress and decreasing stress. അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് കൂടുമ്പോൾ ഒരു ഗ്രാഫ് അല്ല, തിരിച്ച് കുറയുമ്പോൾ ഗ്രാഫ്. അത് വേറെ രണ്ട് ലൈനും വെവ്വേറെ വന്നിരിക്കുന്നത്. പിന്നെ വരകൾ തിരിച്ചു വന്നില്ല. അത് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ഗ്രാഫാണ്, തിരിച്ചു വരുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ വേറെ ഗ്രാഫാണ് വന്നിരിക്കുന്നത്. അതാണ് ആ പറഞ്ഞത്. ആൻഡ് ദിസ് ലൂപ്പ് ഈസ് കോൾഡ് ഹിസ്റ്റീരിയസ് ലൂപ്പ്. ഈ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റീരിയസ് ലൂപ്പ്. തുടങ്ങി പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേറൊരു വഴിയിലൂടെ പോയി, തിരിച്ചു വരുമ്പോൾ വേറെ വഴിയിലൂടെ വന്നു. അതാണ് ഹിസ്റ്റീരിയസ് ലൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഏരിയ ഓഫ് ദിസ് ലൂപ്പ് ഇൻഡിക്കേറ്റ്സ് എനർജി അബ്സോർബ്ഡ് ബൈ ദ റബ്ബർ ഡ്യൂറിങ് വൺ സൈക്കിൾ ഓഫ് എലാസ്റ്റിക് പ്രോസസ്. അതായത് ഈ റബ്ബർ, പിന്നെ നമ്മൾ റബ്ബറിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ടയറിൽ കാറിൻ്റെ വെയിറ്റ് കൊണ്ട് ടയർ എന്ത് ചെയ്യും, കുറച്ച് എന്താണ് താഴെ കുറച്ച് കംപ്രസ്ഡ് ആവും, പിന്നെ എന്ത് ചെയ്യും, അത് റിലീസ്ഡ് ആവും. ഇതാണ് ഒരു കംപ്രഷൻ എന്താണ് റിലീസിങ് ആവുന്ന ഇതാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ രണ്ട് ഗ്രാഫിൽ ഏരിയ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫിൽ ഏരിയ കുറവാണ്, അതിനർത്ഥം എന്താണ്, അവിടെ എനർജി അബ്സോർബ് ചെയ്യുന്നത് കുറവായിരിക്കും. സെക്കൻഡ് ഗ്രാഫിൽ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യും, അതുകൊണ്ടാണ് അതിൻ്റെ ഏരിയ കുറച്ച് വലുതായിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുക? ഫസ്റ്റ് വൺ, റബ്ബർ സ്മോളർ ഏരിയ ആണ്. സ്മോളർ ഏരിയ ആകുമ്പോൾ അവിടെ എനർജി കുറച്ചേ എന്ത് ചെയ്യുള്ളൂ, അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ ടയർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ വെയിറ്റ് കൊണ്ട് ടയറിന് എന്ത് വരും, കംപ്രഷൻ വരും. അതുപോലെ തന്നെ അത് ജസ്റ്റ് പ്രീവിയസ് പൊസിഷനിലേക്ക് അത് പിന്നെ വരുമ്പോൾ അത് എനർജി അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. എനർജി അബ്സോർപ്ഷൻ കുറയുമ്പോൾ ടെമ്പറേച്ചർ റൈസ് കുറയും. അല്ല, കൂടുതൽ എനർജി അബ്സോർബ് ചെയ്താൽ ടെമ്പറേച്ചർ കൂടും, ടയർ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, കാറിൻ്റെ ടയറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ സെക്കൻഡ് കേസിൽ അങ്ങനെയല്ല, നമുക്ക് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യണം. കാരണം വൈബ്രേഷൻ അബ്സോർബ് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്താണ്ടാവുള്ളൂ, തറയിലെ ഫ്ലോറിലേക്ക് ആ വൈബ്രേഷൻ പോവാതിരിക്കുള്ളൂ. ഫ്ലോറിലേക്ക് വൈബ്രേഷൻ പോയാൽ ഫ്ലോർ ബ്രേക്ക് ചെയ്യില്ലേ. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് കേസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, വലിയ ഹ്യൂജ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹിസ്റ്റീരിയസ് ലൂപ്പ് കൂടുതലുള്ള പിന്നെ റബ്ബേഴ്സാണ് എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. കാരണം അതെന്ത് ചെയ്യും, കൂടുതൽ വൈബ്രേഷൻ എനർജി അബ്സോർബ് ചെയ്യാൻ അത് പറ്റും. കാരണം അതിന് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് കൂടുതൽ വലിയ ഏരിയ വരാനുള്ള കാരണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഇപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം നോക്കണം, പ്രത്യേകം മനസ്സിലാക്കണം. ഇത് ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത ഇതാണ്. നെക്സ്റ്റ് കൺസെപ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ്. അതിൽ elasticity is the property of matter that is characterized by atomic packing. For an elastic solid, stress applied is directly proportional to strain produced in it. Hooke's law. Okay. The stress versus strain graph of three materials A, B, C are shown below. മൂന്ന് ഗ്രാഫ് വന്നിട്ട്, മൂന്ന് ഗ്രാഫ് മീൻസ് മൂന്ന് മെറ്റീരിയലാണ്. ഒരു ഗ്രാഫിൽ മൂന്ന് പ്ലോട്ടിങ്സ് ഉണ്ട്, അത് മൂന്ന് മെറ്റീരിയലാണ് പിന്നെ കാണിക്കുന്നത്. ഇനി എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതാണ് ഗ്രാഫ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. മൂന്ന് ഗ്രാഫാണ്, ലീനിയർ ഗ്രാഫാണ്, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട് ഗ്രാഫാണ്. അപ്പോൾ which is more elastic, A, B or C? Justify your answer. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് അറിയാം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ മോഡുലസ് ഓഫ് ഇലാസിറ്റിയെ കിട്ടാൻ നമ്മൾ പഠിച്ചാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസിറ്റിയാണ്. എനിഹൗ, then second question, if the bulk modulus of water is 2 × 10⁹ Newton m⁻², find its compressibility. ബൾക്ക് മോഡുലസ് ആണ്, കംപ്രസിബിലിറ്റി കാണാൻ വളരെ സിമ്പിളാണ്. C = 1/b. നമ്മൾ ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയുന്നതാണ്. എനിഹൗ, why are girders of supporting roofs formed in shape of I? ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ നമ്മളെ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ടീച്ചേഴ്സ് പറയുന്നൊരു കൺസെപ്റ്റാണ് ഐ ഷേപ്പ് ഗിഡേഴ്സ്. ക്ലിയർ? അപ്പോൾ ഓരോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ ആണ് സ്ലോപ്പ് കൂടുതൽ.
കാരണം ചരിവ് കൂടുതൽ എക്കാണ്, സിക്കാണ് ഏറ്റവും ചരിവ് കുറവ്. അപ്പോൾ എ ആണ് മോർ ഇലാസ്റ്റിക്. The slope of stress strain graph gives the modulus of elasticity and slope of A is more than others, hence is more elastic. ഇതിൽ വേറൊരു കൺസെപ്റ്റ് ചോദിക്കും, വിച്ച് സ്ട്രോങ്ങർ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, സ്ട്രോങ്ങർ ഈ ഇങ്ങനെ, അതായത് സ്ട്രോങ്ങർ നോക്കുമ്പോൾ ചെയ്യേണ്ടത് ആർക്കാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് കൂടുതൽ അവർക്കാണ് സ്ട്രോങ് കൂടുതൽ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഗ്രാഫിൽ അത് വരില്ല എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് ഇതിനോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി കംപ്രസിബിലിറ്റി സിമ്പിൾ ആണ്, 1/B ആണ്, ബൾക്ക് മോഡൽസ് ആണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. സോ സിംപ്ലി വി ക്യാൻ 5 × 10⁻⁻10 m²/N. കാരണം നേരെ ഇതിന് തിരിച്ചുള്ള യൂണിറ്റ് വരും. ന്യൂട്ടൺ m²-2 ആകുമ്പോൾ കംപ്രസിബിലിറ്റി ആകുമ്പോൾ m²/N. ക്ലിയർ. Then why are girders for supporting ropes formed in a shape of I? ഇപ്പോൾ എക്സാമിന് ഇത്ര എഴുതിയാൽ മതി, പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. The girders with the shape I have maximum strength, maximum load bearing area and less depression, less buckling and also more economic compared to the other shapes. It can be explained on the basis of elastic properties of material. I shape ആകുമ്പോൾ അതിൻ്റെ മേലെയും താഴെയും അതിന് ഏരിയ കൂടുതലാണ്, അപ്പോൾ കൂടുതൽ ലോഡ് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വഹിക്കാൻ പറ്റും. അതേപോലെ തന്നെ ബിറ്റ്വീൻ അതിന് അത്ര പിന്നെന്താണ് ലെങ്ത് വളരെ ചെറിയ നാരോ അല്ലേ, അപ്പോൾ അത്രയും നമുക്ക് മെറ്റീരിയൽ ആവശ്യമില്ല, അപ്പോൾ അത്രയും മെറ്റീരിയൽ കുറവാണ്. അപ്പോൾ അതിന് ശരിക്കും നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയേണ്ടത്. നമുക്ക് ഡിപ്രഷൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ്സിനോടൊപ്പം തന്നെ ഇതിൽ ആ ഡിപ്രഷൻ്റെ ഇക്വേഷൻ കൂടി എഴുതി വയ്ക്കുക. അപ്പോൾ ആ ആൻസർ കംപ്ലീറ്റ് ആയി. ദാറ്റ് ഈസ് ആ ഇക്വേഷൻ നമുക്കറിയാം, ഡിനോമിനേറ്റർ നോക്കി അറിയാം, B(d³y) ആണ്. അപ്പോൾ d³ മീൻസ് ആ ഡെപ്ത്, ദ തിക്നെസ് കൂട്ടിയാൽ ഡിപ്രഷൻ കുറയും. തിക്നെസ് കൂടുക എന്ന് പറയുമ്പോൾ ഐ ഷേപ്പ് അപ്പോൾ മൊത്തം കൂട്ടിയാലോ, മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വെയിറ്റ് കൂടും, അത്രയും മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പോൾ മേലെയും താഴെയും മാത്രം കൂട്ടുക, നടുവിൽ കൂട്ടാതിരിക്കുക. അപ്പോൾ ഐ ഷേപ്പ്, അതിന് ഐ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഐ ഷേപ്പ് കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ആ പ്രീവിയസ് തന്ന സ്റ്റേറ്റ്മെൻറ്റും ഈ ഇക്വേഷൻ എഴുതി വയ്ക്കുക. അപ്പോൾ അതിൽ എന്താണ് തിക്നെസ്സിനാണ് കൂടുതൽ ഫാക്ടർ. അപ്പോൾ തിക്നെസ് കൂട്ടുമ്പോൾ മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. അപ്പോൾ മേലെയും താഴെയും എന്ത് ചെയ്യുന്നു, തിക്നെസ് കൂട്ടുന്നു, നടുവിൽ തിക്നെസ് കൂട്ടുന്നില്ല. അപ്പോൾ അതാണ് ഐ ഷേപ്പ് കൺസ്ട്രക്ഷനായിട്ട് എന്ത് ചെയ്യുന്നത്, അത് വരുന്നത്. മൊത്തം ചെയ്താൽ കുഴപ്പമില്ല, അത്രയും മെറ്റീരിയൽ ആവശ്യമാണ്, പിന്നെ ബക്ലിംഗ് എഫക്റ്റ് വരും, വെയിറ്റ് കൂടിയ, അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് ഐ ഷേപ്പ് കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നോക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് സസ്റ്റെയിൻ ഗ്രാഫ് തന്നെയാണ്. പിന്നെ യങ്സ് മോഡൽസിലെ പ്രോബ്ലംസ് കൂടി കുറച്ച് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം.